നമ്മൾ ഫിഷർമാൻ സെതിൽ വിയാക്കൻ്റെ പുതിയ തോണി ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. എന്നാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം എന്ന് പറയുമ്പം അതായത് ഇവിടെ കടലുണ്ടി പുഴയും കടലും കൂടെ ചേരുന്ന ഈ ഒരു ഭാഗത്ത് ആണ് നമ്മൾ ഈ ഒരു തോണി ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ തോണി. പിന്നെ കടലുണ്ടി പാലത്തിൻ്റെ മുകളിലൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഒരു സ്ഥാപനം. ബ്ലൂ മറൈൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതൊരു പരസ്യം അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരുടെ, അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 2 പേർക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ പൊന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു നമ്മുടെ തോണിയുടെ കനം തൂക്കം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ആ തോണി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് ലൊക്കേഷനൊക്കെ മാറ്റി മാറ്റി പോകുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനും പിടിക്കാനൊക്കെ ഒരു ഈസി ആയിട്ടുള്ള രീതിയിലാണ് ആ തോണീൻ്റെ കനം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് തോണിയിൽ കയറിയിട്ടുള്ള ആ ഒരു ഫിഷിങ്ങിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ പുഴൻ്റെ അങ്ങേ കരയിലെത്തി. അവിടുത്തെ ഒരു പ്രത്യേകത, കണ്ടൽ കാടുകളൊക്കെ നമുക്ക് ഒരുപാട് കാണാം. പൊതുവേ ജനങ്ങളൊന്നും അവിടേക്ക് വരാൻ പറ്റാത്ത, നടന്നൊന്നും വരാൻ പറ്റാത്തൊരു സ്ഥലമാണ്. തോണിയിൽ മാത്രമേ അങ്ങോട്ട് അങ്ങേ കരയിലേക്ക് എത്താൻ കഴിയുള്ളൂ. നീന്തിയൊന്നും എത്താൻ കഴിയില്ല, അത്രയും ദൂരം നീന്താനുണ്ട്. എന്തായാലും നല്ലൊരു ഫീലായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വല ഇട്ടു. വലയിൽ നിന്നുള്ള മീനുകൾ എടുക്കാൻ തുടങ്ങി. ഏകദേശം രാത്രി ആയിട്ടോ സമയം. അപ്പോൾ വലിയൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 1 കിലോ കനം വരുന്ന ഒരു ഞണ്ടിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലൻ്റെ ഉള്ളിലുണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, വലയിടുന്നവർക്കൊക്കെ അറിയാം, ഞണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു. അത് ഞാൻ സെതിൽ വെക്കാൻ്റെ കൈ കൊടുത്തു. അദ്ദേഹം ആ കട്ടിംഗ് പ്ലെയർ കൊണ്ട് അതിൻ്റെ കൈ മുറിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു. അപ്പോഴാണ് ഞണ്ടിനെ നമുക്ക് എടുക്കാൻ പറ്റിയത്. പിന്നെ കരിമീൻ കിട്ടി കേട്ടോ. അത്യാവശ്യം സൈസിലുള്ളൊരു കരിമീനാണ്, ഒറിജിനൽ കരിമീൻ, ഇരിമീൻ എന്നൊക്കെ പറയും. പിന്നെ ഒരുപാട് ചെറിയ മീനുകൾ കിട്ടി. പല സൈസിലുള്ള മീനുകൾ, പല ടൈപ്പുള്ള മീനുകൾ, വെള്ള മീനുകൾ, പിന്നെ മുള്ളൻചൂട എന്ന് പറയും, പിന്നെ അതിൽ കോലി, അതുപോലെ ചേറാൻ, പിന്നെ അങ്ങനെ ഒത്തിരി മീനുകൾ. എന്തായാലും തോണിയിലെ ഫസ്റ്റ് ഡേ ഫിഷിംഗ് നല്ലൊരു അനുഭവമായിരുന്നു.